സ്റ്റോറി എന്നൊരു പടം കണ്ടു. ഇനി സ്റ്റൂരി എന്നാണോ പ്രൊനൗൺസിയേഷൻ എനിക്ക് കറക്റ്റ് അറിയില്ല. ഇതൊരു ചെക്ക് ക്രൈം ത്രില്ലർ സിനിമയാണ്. 2025 റിലീസായതാണ്. ഒരു 19-20 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മൃതശരീരം ലഭിക്കുന്നതിൽ നിന്നാണ് പടം ആരംഭിക്കുന്നത്. ലോറ, ആദം എന്നീ രണ്ട് ഡിറ്റക്റ്റീവുകളാണ് ഇതിന്റെ കേസ് അന്വേഷിക്കുന്നത്. തുടർന്ന് നടക്കുന്ന അന്വേഷണവും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് ഈ സിനിമ പറയുന്നത്. ഒരു ഡീസന്റ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പടമാണിത്. 2021 ഇറങ്ങിയ ക്രിസ്റ്റീന ട്രെപ്കോവയുടെ ബെസ്റ്റ് സെല്ലർ നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമാണിത്. ഇതിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയത്. ഒരു സ്ലോ ബേണിംഗ് ത്രില്ലർ ആണ് പടം എന്ന് പറയാം. പക്ഷെ ഒരു ആകാംക്ഷയും സസ്പെൻസും ഒക്കെ നിലനിർത്തിക്കൊണ്ടാണ് ഈ പടം തീരുന്നത് വരെ മുമ്പോട്ട് പോകുന്നത്. ഒരു ചെറിയ ടൗൺ, അവിടുത്തെ വളരെ കുറച്ച് മനുഷ്യർ. ഈ ഒരു മർഡറിന്റെ അന്വേഷണം നടക്കുമ്പോൾ തന്നെ ഇവരിൽ പലരെയും നമ്മൾ പ്രേക്ഷകർക്കും കൂടി സംശയം തോന്നും. അതിങ്ങനെ ഒറ്റൊരാളെയും ബാക്കി വെക്കാതെ ഉള്ള ഒരു അന്വേഷണമാണ് ഈ ഉദ്യോഗസ്ഥർ നടത്തുന്നത്. അതുപോലെ തന്നെ ഒരു സ്കാൻഡിനേവിയൻ അല്ലെങ്കിൽ നോർഡിക് സ്റ്റൈലിലുള്ള ഒരു കഥാപശ്ചാത്തലമാണ് ഈ പടത്തിനുള്ളത്. മൊത്തത്തിലും ഒരു മഞ്ഞും മഴയും തണുപ്പും പിന്നെ ഒപ്പം മിസ്റ്ററിയും. അപ്പം എനിക്ക് മഞ്ഞും മിസ്റ്ററിയും കോംബോ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഇതൊരു നോർഡിക് സ്കാൻഡിനേവിയൻ ത്രില്ലർ ഫിലിംസ് എന്ന് പറയുന്ന കാറ്റഗറിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതൊരു വമ്പൻ സംഭവം എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമയൊന്നുമല്ല. അതിലൊരു ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒന്നും നമുക്ക് തോന്നുന്നില്ല ക്യാരക്ടേഴ്സിനോടൊക്കെ ആണെങ്കിലും. എങ്കിലും ഇതിന്റെ മിസ്റ്ററി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നതുകൊണ്ട് കണ്ടു തീർക്കാനായിട്ട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ആൻഡ് ആസ് യൂഷ്വൽ ഈ പടം ഇന്ത്യയിൽ മെയിൻ പ്ലാറ്റ്ഫോമിലൊന്നും നിലവിൽ അവൈലബിൾ അല്ല. നിങ്ങൾ ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിച്ച് കാണേണ്ടി വരും. ഇതിന്റെ മലയാളം സബ് ടൈറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. മൂവി മിററിന്റെ വെബ്സൈറ്റിൽ ഈ പടത്തിന്റെ മലയാളം സബ് ടൈറ്റിൽ നിങ്ങൾക്ക് ലഭിക്കും.